ചാലിശ്ശേരി വെച്ച് നടക്കുന്ന സരസ് മേളയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ആൾക്കാർ അവരുടെ സ്വന്തം കൈകൊണ്ട് നെയ്തെടുത്ത പല വസ്തുക്കളും നമുക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. കൈത്തറി കൊണ്ടുള്ള തോർത്ത്, ബെഡ്ഷീറ്റ്സ്, അതുപോലെ ഉപ്പിലിട്ടത്, അച്ചാറുകൾ, ചിരട്ട കൊണ്ടും മറ്റും ഉണ്ടാക്കിയ ഒരുപാട് പാത്രങ്ങൾ, ഐറ്റംസ്, ഡ്രസ്സസ്, അങ്ങനെ പല ഐറ്റംസും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഓർണമെൻറ്റ്സിൻ്റെ എല്ലാം നല്ല വൈൽഡ് വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നേ. എല്ലാം നല്ല യുണീക്ക് പീസസ് ആയിരുന്നു. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് അതിനൊന്ന് ചൂസ് ചെയ്തെടുത്തു. എല്ലാത്തിനും 50 രൂപ വീതമാണ്, ഏതെടുത്താലും 50. അങ്ങനെ അവിടുത്തെ ഓർഗാനിക് ഹണിയും അതുപോലെ പിക്കിളെല്ലാം ടേസ്റ്റ് ചെയ്ത് അവിടെ ഈ ഡ്രസ്സസ് എല്ലാം കണ്ടു. ഇതെല്ലാം ജസ്റ്റ് 250ക്കാണ്. അതുപോലെ ബാഗ്സും എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാം ഹാൻഡ് മെയ്ഡാണല്ലോ. പിന്നെ ലാസ്റ്റ് ഈ തൃത്താലടി മാപ്പ് പോലെ അത് കണ്ടിരുന്നില്ലേ, അതുകൂടെ കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിലോ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വേദിയായി ഈ സരസ്മേള മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കിയപ്പോൾ പല പല ചാലുകളായി ഒഴുകി വന്ന് തൃത്താല എന്ന വലിയൊരു തടാകത്തിൽ ഒത്തുചേരുന്ന ഒരു സരസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള പേര്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കും അതുപോലെ ഗെയിംസ്, പെറ്റ് ഷോ എല്ലാം ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കയറിയില്ല കേട്ടോ. നമ്മൾ പിന്നെ നേരെ പോയിട്ട് നമ്മൾ വരാൻ തന്നെ കാരണമായിട്ടുള്ള ഫുഡ് കോർട്ടിലേക്കാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രുചിയും നമുക്കിവിടെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല ആൾത്തിരക്കുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകം ചെന്ന് തന്നെ ഇവിടെ വൈറലായിട്ടുള്ള അട്ടപ്പാടി വനസുന്ദരി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ കൂപ്പൺ കൊടുത്ത് മണിക്കൂറുകളുടെ ക്യൂ നിന്ന ശേഷമാണ് കേട്ടോ നമുക്ക് ഈ വനസുന്ദരി കിട്ടിയത്. അരിപ്പത്തിരിയുടെയും സലാഡിൻ്റെയും സോസിൻ്റെ എല്ലാം കൂടെയാണ് ഇത് നമുക്ക് സെർവ് ചെയ്യണത്. ഇത്രയും സമയം ക്യൂ നിന്ന് 200 രൂപക്ക് വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറേ ഇലകളുടെയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അങ്ങനെ അവിടുത്തെ ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം കണ്ട് നമ്മൾ നടന്ന് അപ്പോഴേക്കും നമ്മുടെ സിത്താര ചേച്ചീൻ്റെ പാട്ടും പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് ഐസ്ക്രീമും കൂടെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് പോകുന്ന കേസ്.